ഹലോ, നമ്മളെ മോർണിംഗ് ചായ കുടിക്കാൻ പോവാം. ഫുഡിലേക്ക് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അകത്ത് വീണ്ടും കഴിച്ചത്. അപ്പോൾ പുറത്ത് നല്ല വൈബുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ചായ മാത്രം അവിടെ പോയി കുടിക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ സമയം ഒരു 9:54 കേട്ടോ. 9:45 ക്ലൈമറ്റാണിത്. ഇവരൊരു ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി ഡൈനിങ് ഏരിയയിൽ പോയിട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ നോക്കാൻ അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പുറത്തൊരു ചെറിയ കുളം ഉണ്ട് കേട്ടോ. അതിൽ മീനുണ്ടോയെന്ന് അറിയില്ല. നിറച്ച് മീനോ ഇതിലെന്തോ മീനുണ്ട് കേട്ടോ. മീൻ നോക്കിയാ ഫിഷ്. അപ്പം എന്തായാലും ചായ നടന്നു കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഇവിടെ നടക്കാൻ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. താഴേക്കൊക്കെ പോവാൻ തോന്നുന്നു. താഴെ ഫുള്ള് ഏലത്തോട്ടാണ്. ഇതാണ് എൻ്റെ വഴിന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. വഴി പോകുന്നുണ്ട്. അതവിടെ മുട്ടോന്ന് അറിയില്ല. ഇതിൻ്റെ മുകളിലൊക്കെ എന്തോ സ്റ്റാങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട് ഇവിടെ. അതിൽ പോവാൻ പറ്റില്ലാന്ന് തോന്നുന്നു കേട്ടോ. അത് അങ്ങോട്ട് അവരുടെ പ്രോപ്പർട്ടിക്ക് പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് പൊക്കോ. അതിലിറങ്ങാം. വാ, ഇതിലിറങ്ങാൻ പറ്റില്ല. വാ 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 മിനു. വാടി. ഇതിലാണോ പോതാക്കും? ഇതല്ല, ഇതിവിടെ മെല്ലെ പോകാൻ പറ്റുമോ? പുല്ല് പിടിച്ചെടുക്കുക. വഴിയുണ്ട് ലേറ്റ്, പക്ഷെ പുല്ല് പിടിച്ചെടുക്കുക. അപ്പൊ നമ്മള് താഴോട്ട് പോള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുള്ള് കോടണ്ടാ. ഇവിടെ ഏലാണ് കൂടുതൽ. തേയില മൂന്നാർ സൈഡ് മൂളിക്ക. ഇത് മൂന്നാർ എത്തണ്ട കേട്ടോ. നമ്മുടെ അടിമാലിന്ന് കയറി വരികയാണെങ്കിൽ പള്ളിവാസൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്.
അവിടെ നിന്നാണ് വരേണ്ടത്, പള്ളിവാസൽ. അടിയിലേക്ക് ഇപ്പം അധികം ആൾക്കാർ ഇറങ്ങാറില്ലെന്നുണ്ട്, നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ട്. വാ വാ വാ. എന്തോ വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ട്. അയ്യവാ, മഞ്ഞിന്റെ ഇടയിൽ മരം നോക്കിയല്ലേ. ഊഞ്ഞാൽ, 2 ഊഞ്ഞാലുണ്ട്. ഇതേ ഒരെണ്ണം താഴെ, ഇത് പൊട്ടി വീഴാവോ. ആമേനെ എടുത്തു ഊഞ്ഞാലോ. സംഭവം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ. കോടമഞ്ഞ്, ഏലത്തോട്ടം. നമ്മള് സംഭവം ഇന്നലെ സൂര്യനെല്ലിയിലായിരുന്നു സ്റ്റേ കാര്യം, ക്യാമ്പിങ് ഒക്കെ. പക്ഷെ അവിടെ ഇത്ര അധികം കോട ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അവർ പറഞ്ഞ മഴയുടെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടാണ് ഇത്ര കോട ഇറങ്ങിയെന്ന് പറയണത്. മരത്തിൻ്റെ വലിപ്പം നോക്കിയ, അവർ വീണതാണോ വെട്ടിട്ടതാണോ? അപ്പോൾ മഴ 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 വന്നു താഴായി, തീന്നുള്ള മഴയാണ്. അപ്പം ഞങ്ങൾ ഇനി കയറട്ടെ കേട്ടോ. ഇപ്പൊ പോണ്ട, ഇപ്പൊ താഴെ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അച്ഛനും കാലത്ത് നടക്കാൻ പോയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ മഴയുള്ളത് കൊണ്ട് പിന്നെ ഞാനും ഗോകുലും ഫ്രഷ് ആയിട്ടില്ല. ഫ്രഷ് ആവണം. അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് ഇനിയിപ്പോ ബാക്കിയുള്ളത് എന്താണ് ഇങ്ങനെ ഒന്നും അറിയില്ല. അപ്പോ ഞങ്ങള് പിന്നെ കൂടെ ചായ വെക്കാനായിട്ടൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇത് എന്തോ ഡയറി ക്രീമർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ നോർമൽ ബ്രൂ, പിന്നെ ഷുഗർ, പിന്നെ നമ്മുടെ മറ്റേ ടീ ബാഗ്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുക്കുവാണ്. ഇവിടുത്തെ കഴിച്ചില്ലെന്നല്ലോ, നല്ല എടുക്കണല്ലോ. ഇവിടെ നല്ല മഴയാട്ടാ. നമ്മൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ നല്ല മഴയാണ്, എന്നാലും കോടയ്ക്ക് കുറവൊന്നുമില്ല. മഴയും കോടയും രണ്ടുള്ളതുകൊണ്ട് നല്ല വൈബൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നനവുണ്ട്. സമയം ഇപ്പോൾ എത്രയും 10:10 നമ്മൾ 2 റൂം എടുത്തതായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ ഈ ട്രിപ്പിൽ ഫാമിലി മൊത്തം ഉണ്ട്. അച്ഛൻ, അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പുറത്തെ റൂം, തൊട്ടപ്പുറത്തെ റൂം തന്നെ. നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങായി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ യാത്ര നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ
പോണത് മറയൂർ റൂട്ടാണ്. അപ്പോൾ മറയൂർ റൂട്ട് പോകുമ്പോൾ നമുക്ക് നേരെ പൊള്ളാച്ചി വഴി കയറി അങ്ങനെ വിനുവിൻ്റെ വീട്ടിൽ കയറാം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ചേച്ചിക്ക് ട്രെയിനും കയറ്റിയിട്ടാണ് നമ്മൾ ഇതാക്കണത്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടയ്ക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. പാട്ടൊക്കെ